ഹലോ ഗായ്സ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട് 2-ലെ സെഷൻ എ ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. പുതിയ സെഷനാണ്. സോ ബി വിത്ത് മീ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം എക്സാംസിലും ജീവിതത്തിലാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളായ സാധനമാണ്. നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോഴും റേഷ്യോസ് എന്ന് പറഞ്ഞ സാധനം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന സാധനം. ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണെന്ന് ഫുള്ള് നമ്മൾ പഠിക്കും. സോ സ്റ്റാർട്ട് ചെയ്താലോ? സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്ഷൻ എൻ്റെ പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഈ പിക്ചറിൽ കണ്ട പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇതുണ്ടോ? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ആക്ച്വലി 4 ആയിട്ട് നമുക്ക് വീതിക്കാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് കാണാത്ത ആരും കാണത്തില്ല. നമ്മൾ എപ്പോഴേലൊക്കെ +2 തൊട്ടോ അല്ലെങ്കിൽ പുതിയ പിള്ളേരാണെങ്കിലും ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമുക്ക് അടുത്തുനിന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന്? ഒരു കമ്പനിയുടെ അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി എല്ലാം കൂടെ നമുക്ക് ഒറ്റ ഷീറ്റായിട്ട് കാണിച്ചു തരുന്നതിനാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബാലൻസ് ഷീറ്റ് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. പിന്നെ അതേപോലെ വരുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഒരു കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഉണ്ടായ റവന്യൂ അല്ലെങ്കിൽ പോയ എക്സ്പെൻസും ഇതൊക്കെ കൂടെ ഒരു ഒറ്റ ഷീറ്റിൽ കാണിക്കുന്നതാണ് ഇത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ക്യാഷ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇല്ലേ, ക്യാഷ് നമ്മുടെ കമ്പനിയിൽ ക്യാഷ് ആയിട്ട് എത്ര പോകുന്നു. അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ അതിന് മുന്നേ ഇതിനകത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞു തന്നാൽ മതി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഡെപ്തി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയയിൽ സെഷൻ എയിൽ നമുക്ക് ഇതിന് ഇൻഡെപ്തി പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെന്താണ് ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇത് 4 ഓർത്തിരുന്നാൽ മതി. ഇനി മുന്നോട്ട് പോകാം നമ്മൾ. ഓക്കെ, ബാലൻസ് ഷീറ്റ് ആദ്യം പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ബാലൻസ് ഷീറ്റിൽ ഒരു റൂളുണ്ട് അല്ലെങ്കിൽ ഒരു ഫോർമുലയുണ്ട്. A = E+L അല്ലേ? എ എന്താണ്, ഇ എന്താണ്, എൽ എന്താണ്? കുറേ പേർക്ക് നേരത്തെ അറിയാമായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞാൽ അസറ്റ്സ്. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി. അതേപോലെ എൽ എന്ന് പറഞ്ഞാലോ ലയബിലിറ്റി. എന്ന് വെച്ചാൽ ഇത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഈ ഫോർമുല കുറേ പേർക്ക് മറന്നു പോകും. ബേസിക് സ്റ്റാൻഡേർഡാണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ അസറ്റ്സ് ഫുള്ളും കൂടെ വരുന്നത് എങ്ങനെയാണ്? ഇക്വിറ്റിയിൽ നിന്നും വരും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് റേസ് ചെയ്യുന്ന നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യും കമ്പനി അല്ലേ? കമ്പനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി, ഡേ ടു ഡേ വർക്ക് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ വേണ്ട, ക്യാപിറ്റൽ റേസ് ചെയ്യാം. അപ്പം അത് ഇക്വിറ്റി ആയിട്ട് വിളിക്കുക. ഇക്വിറ്റി തന്നെ പലതരത്തിൽ ഇക്വിറ്റി ഉണ്ട്, അതിൽ ഡീറ്റെയിലോട്ട് പിന്നെ പോകാം. ഇക്വിറ്റി പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ലോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അസറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഈ ഇക്വിറ്റിയും ലയബിലിറ്റിയും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ അസറ്റ്. കാരണം നമുക്ക് അത്രേ ഇതേ ഉള്ളൂ നമ്മുടെ നമ്മുടെ കമ്പനിയിൽ ആ ഒരു ഇതേ ഉള്ളൂ. വരുമാനമായിട്ടും ഇതുമായിട്ട് നമുക്ക് വരുന്ന അത് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റിയും ലയബിലിറ്റിയും. അപ്പോൾ ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി = അസറ്റ്. A = E+L. ഓർത്തേ, എന്താണ്? A = E+L. അസറ്റ് ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി. കാരണം ഇത് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്ന ബേസിക് കാര്യങ്ങൾ പിള്ളേർ പെട്ടെന്ന് മറന്നു. ഈ കാര്യം നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ബാലൻസ് ഷീറ്റിന് എന്താണ്. അത് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഇപ്പോൾ കാണിച്ചു തരാം. അടുത്തൊരു ബാലൻസ് ഷീറ്റ് കാണിക്കുന്നതിന് മുന്നേ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിടുക. ബാലൻസ് ഷീറ്റിൻ്റെ ആണോ? ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡേറ്റ്. എന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ ബാലൻസ് ഷീറ്റുകളൊക്കെ ഇയർ എൻഡിങ്ങിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എപ്പോഴാണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 31st മാർച്ച് അല്ലേ? 1st April to 31st മാർച്ചാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റി, ഒരു വർഷത്തെ ഫുൾ ആക്ടിവിറ്റി ചെയ്ത് തീർത്തിട്ട് 31st മാർച്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ അന്നേ ഒരു ഡേറ്റിന് നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. കമ്പനിക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ട്, കമ്പനിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഫുള്ള് നമ്മൾ. ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു പീരീഡ് ഉണ്ടാക്കും. പക്ഷേ ഈ ബാലൻസ് ഷീറ്റ് മാത്രം ആസ് ഓൺ ഡേറ്റ് കമ്പനിയുടെ പൊസിഷൻ കാണിക്കും. ഏതൊരു ഡേറ്റിൽ ഇപ്പം ഞാൻ ഇന്നുണ്ടാക്കിയാൽ കമ്പനിയുടെ ഇന്നത്തെ നിലവിൽ എത്ര പൊസിഷൻ കാണിക്കും. നമ്മൾ പൊതുവേ ഉണ്ടാക്കാറ് 31st മാർച്ചാണ് ഇന്ത്യൻ പ്രകാരം. US പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്നപ്പോഴാണ് 31st ഡിസംബർ. അത് ഓർത്ത് വെച്ചാണ്. US അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1st January to 31st ഡിസംബറാണ്.
അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അതാണ് സംഭവം. ഇനി അനദർ നെയിം ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ഇതുണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. എന്ന് വെച്ചാൽ ഈ അതർ നെയിംസ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഈ അതർ നെയിംസ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റിനെ വേറെ എന്ത് പേര് വിളിക്കുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നിട്ട് ചോദിക്കും ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താ, അല്ലെങ്കിൽ ഇത് ഇതിനകത്തുള്ളതാണോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഇതെന്താ പഠിച്ചാണല്ലോ, ഇത് മറന്നുപോയത് വിചാരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിൻ്റെ വേറൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആ പൊസിഷൻ ഓർത്ത് വെച്ചാൽ മതി. കാരണം എന്താ, ഞാൻ പറഞ്ഞു പൊസിഷൻ എന്ന് പറഞ്ഞാൽ സാധനമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ് കമ്പനിയുടെ പൊസിഷൻ കാണിക്കുകയാണ്. അപ്പോൾ പൊസിഷൻ ലിങ്ക് ചെയ്യാം. ഓക്കെ, മറക്കല്ലേ. ഇനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് നോട്ടാക്കി എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ താഴെ അടുത്ത സ്ലൈഡിൽ ഇമേജ് ഉണ്ട്, കാണിച്ചു തരാം. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങുന്നതിന് മുന്നെയോ അവർ റെസൊല്യൂഷനിൽ ഒരു മെമ്മോറാൻഡം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാക്കും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അതിനകത്ത് മാക്സിമം പറയും കമ്പനി ഇത്രേ റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു 100 കോടിയോ ഒരു 1000 കോടിയോ 10 കോടിയോ ഇത്രയും കോടി മാത്രമേ ഉള്ളൂ നമുക്കൊരു പബ്ലിക്കിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പബ്ലിക് ആണെങ്കിലും നമ്മുടെ കൂടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും മാക്സിമം ഇത്രേ ക്യാപിറ്റൽ പാടുള്ളൂ എന്ന് പറയും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ അതോറിറ്റി ഇല്ല, ഓതറൈസ് ചെയ്ത് വെച്ചിരിക്കും എത്രേ പറ്റത്തുള്ളൂ, അതാണ് എഴുതിയിരിക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇസ് ദ മാക്സിമം ഇഷ്യൂവബിൾ ക്യാപിറ്റൽ. നമ്മൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കമ്പനിയുടെ വീതം വിൽക്കത്തില്ല ഷെയർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ. എന്തിനാണത് ചെയ്യുന്നത്? കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഫണ്ട് ഇത്രയും മാത്രമേ റേസ് ചെയ്യാന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും മാത്രമേ നമ്മൾ ഷെയർസ് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ലിമിറ്റാണ്. അതാണ് വെച്ചിരിക്കുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് പാർ വാല്യൂ ഓർ ഫേസ് വാല്യൂ. ഈ പാർ വാല്യൂ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പിള്ളേർക്ക് ഈ പാർ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല, ഫേസ് വാല്യൂ അറിയാമായിരിക്കും, പാർ വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. പാർ വാല്യൂ ഫേസ് വാല്യൂ എന്ന് സംഭവം എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയർ അതിൻ്റെ വില അത് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ അവരൊരു ഫേസ് വാല്യൂ ഡിസൈഡ് ചെയ്യും. മാർക്കറ്റ് വാല്യൂ അല്ല, ഫേസ് വാല്യൂ. ആ ഇതിന് എത്രയാണോ വാല്യൂ എന്ന് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് വേണ്ടത് ഒരു 100 കോടിയാണെന്ന് നോക്കും, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 10,000 ഒരു കമ്പനിക്ക് 10,000 രൂപയാണ് കമ്പനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. നടക്കുന്ന കാര്യമല്ല, എന്ന് വെച്ചാൽ ഇത്രയും ചെറുതായും ചെയ്യാറില്ല. 10,000 രൂപയാണ് കമ്പനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക അല്ലേ. ഒരു 10,000 രൂപ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഒരു 10,000 രൂപയാണ് കമ്പനിക്ക് വേണ്ടത് അല്ലേ, $10,000. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ആലോചിക്കുക, നമ്മളൊരു 100 ഷെയർ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളൂ, 100 ഷെയർ. അപ്പോൾ ഇതിൻ്റെ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇതിനാണ് വെട്ടിക്കഴിഞ്ഞുള്ള വാല്യൂ. അന്ന് വെച്ചാൽ ഒരു ഷെയർ, നമ്മുടെ കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കണമെങ്കിൽ അയാൾ എത്ര രൂപ കൊടുത്തിരിക്കണം, $100 കൊടുത്തിരിക്കണം. അതിനാണ് പാർ വാല്യൂ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഫ്ലക്ച്വേഷൻസ് കാണും. ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർക്കറിയാം ഫ്ലക്ച്വേഷൻസ് കാണും. കാരണം അത് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബന്ധപ്പെട്ട കമ്പനിയുടെ പെർഫോമൻസ് കാരണം, ആൾക്കാർക്കുള്ള വിശ്വാസം കാരണം അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കണ്ടു കഴിഞ്ഞാൽ കമ്പനി നല്ലതാണോ ചീത്തയാണോ എന്ന് വരെ പറയാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ പഠിച്ച് ഓരോ ബാലൻസ് ഷീറ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചുമ്മാ ഷെയർ മാർക്കറ്റോ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഷെയർ മാർക്കറ്റ് വേണമെന്നില്ല, ഗൂഗിളിൽ പോയിട്ട് ഏതൊരു കമ്പനിയിൽ ബജാജോ അല്ലെങ്കിൽ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഗൂഗിളോ ഏതിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ചോദിക്കുക. അപ്പോൾ കാണുമ്പോൾ നമുക്കിപ്പോൾ പഠിക്കുന്നതായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിയറി പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ആപ്ലിക്കബിലിറ്റിയും പഠിക്കുന്നുണ്ട്, എന്താണ് പ്രാക്ടിക്കാലിറ്റി എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നല്ലതാണ്, അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഞാനങ്ങനെ ചെയ്യും. ഞങ്ങളുടെ ഒരു ബാച്ചിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. റിയലി ഹെൽപ്പ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വരുന്നതാണ് എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ പാർ ഈസ് റെക്കോർഡഡ് ഇൻ APS. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ APS എന്ന് വെച്ചാൽ ഒരു ന്യൂമറിക്കലൂടെ ഞാൻ ചെയ്തു തരാം. APS എന്ന് വെച്ചാൽ അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ എന്നാണ്, ഒരു ടേമാണ്. അത് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ. ജസ്റ്റ് ഞാൻ നോട്ട് എഴുതി വെച്ചാണ്, നിങ്ങൾ നോട്ട് എഴുതി വെച്ചു അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. ഇത് പിന്നെ കോമൺ ഇക്വിറ്റി, ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോമൺ ഇക്വിറ്റി എത്രയാണ്, ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് APS എത്രയാണ്, ഇല്ലെങ്കിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചോണം. ഈ കോമൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ പ്ലസ് APIC പ്ലസ് റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ് നമ്മളിപ്പോൾ ചെയ്യും, നമ്മളെല്ലാം ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട. ഈ ടേം കണ്ടിട്ട് ആദ്യമായിട്ടൊക്കെ നമുക്ക് ഇത് എന്താണെന്ന് അറിയാതിരിക്കും അല്ലേ, നമുക്ക് പയ്യെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് ഒരു കമ്പനിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ഇപ്പോൾ ചുമ്മാ നോക്കാം.
ഓക്കെ ആണോ? ഇതൊരു ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ എപ്പോഴും അറിയാമോ, 2 പീരീഡ് ആയിരിക്കും കൊടുത്തത്. ഒന്ന് പ്രീവിയസ് ഇയറും കാണും, ഒന്ന് കറണ്ട് ഇയറും കാണും. നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇപ്പം US സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വർഷം വെച്ച് 1 ജാനുവരി 2024 ടു 31 ഡിസംബർ 2024 വരെ പ്രീവിയസ് ഇയർ ആയില്ലേ? വിചാരിക്കുക പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ പ്രീവിയസ് ഇയറിൽ കിടക്കും. കറണ്ട് ഇയറിൽ ഇപ്പോൾ ഇമാജിൻ ചെയ്യും ഈ വർഷം കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്താ 1 ജാനുവരി 2025 ടു 31 ഡിസംബർ 2025 വരെ നമ്മുടെ കറണ്ട് ഇയർ അല്ലേ? അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കൊരു 1 ലക്ഷം അസറ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം അത് 1.20 അപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലേ, നമ്മുടെ അസറ്റ് കൂടി, നമ്മുടെ ഇത് കൂടി, കമ്പനിക്ക് ഗ്രോത്ത് മനസ്സിലാവും. ഇങ്ങനെ ചെയ്യും. എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ചെയ്യുന്നത്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യണം. അനാലിസിസ് എന്ന് വെച്ചാൽ ഒരു കമ്പയറിങ്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നേരത്തെക്കാളും നമുക്ക് ഗ്രോത്ത് ഉണ്ടായോ, ഡിക്ലൈൻ ഉണ്ടായോ, നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കൊണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനി നമുക്ക് ഗ്രോത്ത് ഉണ്ടായോ, നമ്മുടെ ഗ്രോത്ത് ഉണ്ടായോ, നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോത്ത് ഉണ്ടായോ, നഷ്ടമാണോ, നമുക്ക് എന്താണ് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെക്കാൾ P&L കൂടുതലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടുതലാണോ, ഇതൊക്കെ കമ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻഡസ്ട്രി ആവറേജ് നോക്കണം. അപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നമ്മുടെ കമ്പനിയെ നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ ഒരേ കമ്പനി വേറെ അതേ ലൈനിൽ വർക്ക് ചെയ്യുന്ന വേറെ ബിസിനസ് ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ടയർ ഇൻഡസ്ട്രി ആണെങ്കിൽ MRF കാണും, വേറെ C8 കാണും, അങ്ങനെ കുറേ ടയർ ഇൻഡസ്ട്രീസ് കാണും, മിഷലിൻ കാണും. അപ്പം ഇവരെ തന്നെ കമ്പയർ ചെയ്യും. അയ്യോ അവൻ എത്ര കിട്ടി, ഇവൻ എത്ര കിട്ടി, എനിക്ക് എന്തുകൊണ്ട് അത്ര കിട്ടിയില്ല, എനിക്ക് എന്തുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആരെ കാണിക്കാനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ബാലൻസ് ഷീറ്റൊക്കെ ആർക്ക് നമ്മൾ കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കും, ക്രെഡിറ്റേഴ്സിന് കൊടുക്കും. കാരണം ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇൻറ്റേർണലി യൂസ് ചെയ്യും, പക്ഷേ ഇവർക്കും സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് നോക്കാം. ഇതുണ്ടോ, ആദ്യത്തെ കണ്ടോ, ഇരിക്കുന്ന അസറ്റ്. ഇതൊരു പെർഫോം ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നിങ്ങൾക്കൊരു ഷീറ്റോ അല്ലെങ്കിൽ PDF ഞാൻ തന്നെ ഇതിലിട്ടേക്കാം, ലിങ്ക് ചെയ്തിട്ടേക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നോക്കി വിട്ടാലും മതി. അസറ്റ്, ഈ അസറ്റിൽ കണ്ടോ ആദ്യം കിടക്കുന്നുണ്ട് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്താണ്, നോൺ കറണ്ട് എന്താണ്, ലിക്വിഡിറ്റി ആൻഡ് ഇക്വിറ്റി, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. അതുപോലെ ആദ്യം ഇതിൽ വരുന്നതാണ് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി. ഇവിടെ ഇക്വിറ്റി വരും, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. നമ്മൾ നേരത്തെ ഓതറൈസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഇവിടെ വരുന്നതാണ്, ഈ ഒരു ഏരിയ വരുന്നതാണ്. ഈ APIC എന്ന് ഞാൻ പറഞ്ഞില്ല, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. ഇതൊന്നും ഡീറ്റെയിൽ നോക്കണം, ഞാൻ ജസ്റ്റ് ഒരു പെർഫോമർ ഡൗൺലോഡ് ചെയ്യും, നമ്മളായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. അപ്പം കറണ്ട് അസറ്റ് ഇതൊക്കെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റേഷ്യോസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ട്. കറണ്ട് അസറ്റ് എന്താണ്, നോൺ കറണ്ട് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇക്വിറ്റി എന്താണ്, കറണ്ട് ലയബിലിറ്റി എന്താണ്, നോൺ കറണ്ട് ലയബിലിറ്റി എന്താണ്, ഓതറൈസ് ക്യാപിറ്റൽ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു, ഫസ്റ്റായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു വിടുവാണ് ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഇനിയും ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലും കൂടി തുടങ്ങിയാലോ? ജസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓതറൈസ് ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഓതറൈസ്ഡ് കമ്പനിക്ക് ഇത്രയേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, ആ ഒരു കേസാണിത്. ആ ഒരു കേസിൽ ജസ്റ്റ് ഒരു ഫെമിലാരിറ്റി ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ ഒരു കേസിൽ ഇപ്പം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും അറിയാമോ? കമ്പനിക്ക് എത്രയാണ്, എന്താണ്. ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം, അപ്പോൾ മനസ്സിലാവും. നമ്മുടെ പാർ വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ ഈയല്ലേ, ഈ ക്വസ്റ്റ്യൻ വായിക്കുക. എ കമ്പനി ഇഷ്യൂഡ് 2000 ഷെയർസ് ഔട്ട് ഓഫ് 10,000 ഓതറൈസ്ഡ് ഷെയർസ്. ഓതറൈസ്ഡ് ഷെയർസ്. പാർ വാല്യൂ ഈസ് ഈക്വൽ ടു 20. ഷെയർ അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ്, ഷെയറിൻ്റെ വില മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? $50 എന്നാണ്, $50 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പാർ വാല്യൂ എത്രയാണ്? നമ്മൾ ഈ ഡേറ്റ് ഒക്കെ ആദ്യം ചെയ്തേക്കാം. പാർ വാല്യൂ 20, നമ്മുടെ ഫേസ് വാല്യൂ അല്ലേ? ഇനി മാർക്കറ്റ് പ്രൈസിൽ അത് 50 പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, മാർക്കറ്റ് പ്രൈസിൽ 50. അപ്പം നമ്മൾ 20 രൂപയ്ക്ക് എന്താണ് പറ്റിയത്? 20 രൂപയ്ക്ക് നമ്മളെ ബുക്കിൽ നമ്മൾ 20 രൂപ റെക്കോർഡ് ചെയ്തോളൂ, 20 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മാർക്കറ്റിലോട്ട് ഇത് ഷെയർ വന്നപ്പോഴത്തേക്കും ഷെയർ വിൽക്കാൻ നേരത്ത് വന്നപ്പോൾ എന്ത് പറ്റി? ഭയങ്കര ഡിമാൻഡ്. ആൾക്കാർക്ക് നമ്മുടെ ഫിനാൻഷ്യൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ തോന്നുക. ഇപ്പോൾ EV ഗ്രോത്ത് ഒക്കെ വരത്തില്ലേ, ആ
അപ്പോൾ അവർ നോക്കുമ്പോൾ ഓ ഇത് നല്ല ഇൻഡസ്ട്രിയാണ്, ഞാൻ പൈസ ഇടാം. അപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു ഞാൻ 25 തരാം, മറ്റവൻ പറഞ്ഞു 30 തരാം, 40 തരാം, അപ്പോൾ ഒരുത്തൻ പറഞ്ഞു 45 തരാം. അപ്പോൾ 50 തരാനും നമുക്ക് ആൾക്കാർ റെഡിയാണ് അല്ലേ. നമ്മുടെ ഷെയർ മാർക്കറ്റിലോട്ട് പോയപ്പം ഡിമാൻഡ് കാരണം നമുക്ക് 50 രൂപ വരെ നമ്മുടെ ഷെയറിന് തരാൻ റെഡിയാണ്. അപ്പം നമ്മൾ എന്താ 20 കൊടുക്കുമോ? ഇല്ലല്ലോ, നമ്മൾ 50 കൊടുക്കത്തുള്ളൂ. അപ്പം ഈ കേസിൽ എന്ത് നടക്കുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു. നമ്മൾ ഷെയർ ഇഷ്യൂ ആണ് കേട്ടോ, പ്രൊറേറ്റ അതൊക്കെ ഇഷ്യൂ ചെയ്യുന്ന വേറൊരു ഇതാട്ടോ, അത് വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. പ്രൊറേറ്റ ഇത് എന്ന് പറഞ്ഞ് കുറേ ഇതുണ്ട്. അത് നമുക്കിപ്പോൾ ഒന്നും പഠിക്കാനില്ല. ഞാനിപ്പോൾ പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയെന്ന് വെച്ചോ, ഇപ്പോൾ ഇത്രയും തന്നിട്ട് വാട്ട് ഈസ് ദ APIC എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് മുന്നേ APIC എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്തൊരു പ്രൈസ്, നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഫിക്സ് ചെയ്ത പ്രൈസ് എത്രയാ? 20 രൂപ അല്ലേ. നമുക്ക് കിട്ടിയ എത്രയാ? 50 രൂപ. 50 രൂപയ്ക്ക് ആൾക്കാർ മേടിച്ചു. അപ്പോൾ എത്രയാണ് വ്യത്യാസം വന്നത്? നമ്മൾ 20 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് വിൽക്കുക, 30 രൂപ അല്ലേ. ഈ 30 രൂപയുടെ പേരാണ് അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ ഓർ പ്രീമിയം എന്ന് വിളിക്കുക. പ്രീമിയം. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയൊരു പ്രീമിയം അത് അല്ലേ, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. ക്യാപിറ്റലിനേക്കാളും കൂടുതൽ തന്നു നമുക്ക്, നമ്മൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ. എങ്ങനെ വന്നു? നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഗുഡ് വില്ലോ ഇല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസും കണ്ട് അവർ തന്നാണ്. അപ്പം നമ്മൾ ചോദിച്ചില്ല ഈ എമൗണ്ട്, അവർ തരുക, ഡിമാൻഡ് കാരണം തന്നാണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് ഈസ് ദ APIC എന്ന് പറഞ്ഞ് വരും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട് നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ഇട്ടു, നമുക്ക് 10,000 ഷെയർ ഓതറൈസ് ചെയ്ത് 10,000 ഷെയർ വരെ നമുക്ക് മാർക്കറ്റ് വിൽക്കാം. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്തോളൂ, നമ്മൾ കൊണ്ടുപോയി 2,000 ഷെയറേ വിറ്റുള്ളൂ. എത്ര രൂപയ്ക്ക് വിറ്റു? നമ്മൾ വിൽക്കേണ്ട 20 രൂപയ്ക്കാണ്, പക്ഷെ നമുക്ക് 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു അല്ലേ. എത്രയായി? 10 അല്ലേ. അതെ, ഒരു 0 കൂടെ കുറഞ്ഞു അല്ലേ, സോറി. അപ്പം 1 മില്യൺ ഇല്ലെങ്കിൽ 1 മില്യൺ അല്ലേ, 100,000 അല്ലേ. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എഴുതിപ്പോയി. തൂത്തേക്കാൻ നമുക്ക് ഇന്ത്യനായിട്ട് ഇപ്പോൾ ഒരു പരിപാടിയില്ല, നമുക്ക് നമ്മുടെ US മാർക്കറ്റ് മതി. ഓക്കെ, സോ 100K അല്ലെങ്കിൽ 100,000 എന്ന് പറയാം. 100,000 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്ത് കിട്ടുന്നത്? നമുക്ക് ടോട്ടൽ എമൗണ്ട് ശ്രദ്ധിച്ചിടണം, ടോട്ടൽ എമൗണ്ട് ആയിട്ട് 100 കിട്ടുന്നത്. ഇനി ഇതിലൊരു സ്പ്ലിറ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ്? 20 രൂപ ഫേസ് വാല്യൂവും 30 രൂപ പ്രീമിയമോ അല്ലെങ്കിൽ APIC. നമുക്ക് ഇനി തൊട്ട് APIC എന്ന് വിളിക്കുക, അതായിരിക്കും ടെക്നിക്കൽ ടേം. അപ്പോൾ APIC ഇതിലെന്ത് കിട്ടി? 4 എത്ര വരും? 40,000 ഇവിടെയും 60,000 ഇവിടെയും വന്നു അല്ലേ, $. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്രയാണ് നമുക്ക് APIC കിട്ടിയത്? ഈ ക്വസ്റ്റ്യൻ അപ്പോൾ APIC എത്രയാണ്? 60,000. അപ്പോൾ ആലോചിച്ച് വെച്ചാൽ മതി, ഇത്ര ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം APIC എന്താണെന്ന് ചോദിച്ചാൽ പ്രീമിയം ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നേക്കാളും കൂടുതൽ പൈസ അവർ തന്നു മാർക്കറ്റിൽ. അപ്പം APIC എന്ന് വെച്ചാൽ പ്രീമിയം. ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ APIC എന്താണെന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഒക്കെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർത്ത് വെക്കുക. രണ്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത്, 2 കമ്പനി ആയിരിക്കാം, ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കാം. എന്ന് വെച്ചാൽ ഒരേ 2 കമ്പനി എന്ന് വെച്ചാൽ 2, ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം ഞാൻ ഒരു ടയർ കമ്പനിയാണ്, ഞാൻ പോയി ഒരു കാർ കമ്പനിയെ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ, ഇല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് ഇയർ തമ്മിൽ, എൻ്റെ ഒരു മുന്നത്തെ പ്രീവിയസ് ഇയർ തമ്മിൽ ഒരു ട്രെൻഡ് കിട്ടാൻ വേണ്ടി ചെയ്യാം. കമ്പനിക്ക് എവിടെയൊക്കെ കൂടുതൽ എക്സ്പെൻസ് വന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഒരു CMA ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ജോബ് റോൾസ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ, കമ്പനിയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ ആദ്യം വിളിക്കുന്നത്. അപ്പം ഇതൊക്കെ പഠിച്ചിരുന്നാൽ വലിയ ഗുണമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റേഷ്യോസ് 42ഓളം പ്ലസ് റേഷ്യോസ് പഠിക്കാനുണ്ട്. പയ്യെ പഠിച്ച് നമുക്ക് ചെയ്ത് തീർക്കാം. കൂടെ നിന്നാൽ മാത്രം മതി, നമുക്കിത് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.